നമസ്കാരം, റിഞ്ചു അച്ഛനാണ്. മാക്കുളം ഹെർമോൻ ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ മുമ്പിൽ നിന്നാണ്. സാധാരണയിൽ നമുക്കറിയാം, പള്ളിയിൽ പോകുമ്പം കുർബാനയ്ക്ക് പേരെഴുതി കൊടുക്കുക എന്ന് പറയും. അതിന് കുർബാന പണം കൊടുത്തു തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ചിലവില്ലാതെ ഞാൻ എൻ്റെ യാഗം കഴിക്കുകയില്ല എന്ന് പറയുന്നതിന് അർത്ഥവത്തായി ഒരു ചെറിയ തുക കൊടുത്തു തന്നെയാണ്. എന്നാൽ മാക്കുളം പള്ളിയിൽ നിരവധിയായ ആളുകൾ സന്ദർശിക്കുന്നുണ്ട്. ഇവിടെ വികാരിയച്ഛൻ പൂർണ്ണ സമയമില്ല, ഇവിടെ പ്രത്യേകിച്ച് ജോലിക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ത്രോണോസിൽ ബർസോമ പിതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തൊഴിലായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ വരുന്നവരുടെ പേരുകൾ ത്രോണോസിൽ ഓർക്കാൻ വേണ്ടി ആരുടെ കയ്യിൽ എഴുതി കൊടുക്കണമെന്ന് അറിയില്ലെങ്കിൽ ഒരു പുതിയ സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇത് മാക്കുളം പള്ളിയുടെ ഫ്രണ്ടിൽ ത്രോണോസ് ഇതിലുള്ള ഒരു ഫിഗറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഡ് സ്കാൻ ചെയ്താൽ ₹1 പോലും നിങ്ങൾക്ക് ചിലവില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലത്ത് വരുമ്പം ഇവിടെ വരിക, ഇത് കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഫോർമാറ്റിലേക്ക് ഇത് കയറ്റി വിടുകയും ശനിയാഴ്ച വൈകിട്ട് ഈ പള്ളിയിൽ അത് പ്രിൻ്റ് എടുക്കും. അത് പ്രിൻ്റ് എടുത്ത് പിറ്റേ ദിവസം കുർബാനയ്ക്ക് ഉപയോഗിക്കും. ഇപ്പോൾ ആര് വന്ന് നിങ്ങളുടെ ആവശ്യങ്ങളുണ്ടോ, അതിനകത്ത് 2 കോളമേ ഉള്ളൂ. ഒന്ന് നിങ്ങളുടെ പേര്, 2 നിങ്ങളുടെ ആവശ്യം എന്താണ്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുന്നത്. ആ കാര്യം എഴുതി വിടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി വികാരിയച്ഛൻ പിറ്റേ ദിവസം പ്രാർത്ഥിക്കും എന്ന് മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിവിടെ ഫയൽ ചെയ്ത് വെക്കും. അത് ബർസോമ പിതാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ പല ആളുകളും വരുന്നു എന്ന് പറയുന്നതിന് കാര്യം, മരുതിമൂട് പള്ളിയുടെ അവിടുന്ന് 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരുന്ന ആളുകൾ പോലും ഇവിടെ ഇപ്പോൾ വരാറുണ്ട്. അല്ല, ഞായറാഴ്ചയ്ക്കും പലരും വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് എവിടെയാണ് പേര് കൊടുക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് പോലും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എവിടെ പേര് കൊടുക്കേണ്ടത് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് സ്കാൻ ചെയ്ത് വെക്കാൻ കഴിയും. ഞാനിത് വെച്ചതിന് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. മറ്റു പള്ളികളിലൊക്കെ ഇത് സാധ്യമാണ്. ചെറിയ ചെറിയ കുർബാന പണം വെക്കുന്ന പരിപാടിയുണ്ട്. അതിൽ ചെയ്യാൻ പറ്റില്ലെന്നൊരു കാര്യം ഒഴിച്ചാൽ ഇവിടെ ഇത് സാധ്യമാണ്. ഇവിടെ 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇവിടെ വന്നൊരു പ്രാർത്ഥിക്കണം. രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 22 മുതൽ 53 വരെയുള്ള വേദഭാഗമാണ് ദേവാലയത്തെക്കുറിച്ച് പറയുന്നത്. ആ ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു ചെറിയ പ്രാർത്ഥന ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം എങ്ങനെയാണിത് സ്കാൻ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇതിലുള്ള സഹായം വേണമെങ്കിൽ അതിന് താഴെ തൊട്ടടുത്തുള്ള 2 പേരുടെ കോൺടാക്റ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട്. കാരണം ഈ പള്ളിയിൽ വരുന്നവർക്ക് എന്ത് സഹായവും, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, വിശ്രമിക്കാനുള്ള സ്ഥലമാണ് വിശ്രമിക്കാനുള്ള സ്ഥലം, എന്ത് ക്രമീകരണവും ചെയ്യത്തക്ക രീതിയിൽ ഇവർ നിങ്ങളെ സഹായിക്കും. ഈ സ്കാനർ നിങ്ങളുടെ പള്ളിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് കാണിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കും.